നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രതിരോധ മേഖലയിലും വലിയ അലയൊലികൾ സൃഷ്ടിച്ച ഒരു വിഷയമാണ്. മുൻ കരസേന മേധാവി ജനറൽ എം നരവാന എഴുതിയ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകവും അതിലെ വെളിപ്പെടുത്തലുകളും എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു എന്ന്. ഈ പുസ്തകം പുറത്തിറങ്ങിയതിനെ തടയാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വാർത്തകൾക്കിടയിൽ അതിലെ ഉള്ളടക്കം പുറത്തു വന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ജനറൽ നരവാനയുടെ ഓർമ്മക്കുറിപ്പുകളിൽ 2020 ഓഗസ്റ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷാവസ്ഥയെക്കുറിച്ച് നിർണായകമായ പരാമർശങ്ങളുണ്ട്. കിഴക്കൻ ലഡാക്കിലെ സംഘർഷം രൂക്ഷമായ സമയത്ത് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് തൊട്ടടുത്തെത്തിയപ്പോൾ എന്ത് നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആശയക്കുഴപ്പങ്ങളെ കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നുമുണ്ട്. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക, ഡു വാട്ട് യു ഡീം ഫിറ്റ് എന്ന മറുപടിയാണ് പ്രതിരോധ മന്ത്രിയിൽ നിന്നും പ്രധാനമന്ത്രിയിൽ നിന്നും തനിക്ക് ലഭിച്ചതെന്ന് നരവാനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ പന്ത് സൈന്യത്തിന്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്നതാണ് ഇതിലെ പ്രധാന വിമർശനം. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോകണോ വേണ്ടയോ എന്നത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അതിന്റെ സാമ്പത്തികവും അന്തർദേശീയവുമായ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തേണ്ടതും ഭരണകൂടമാണ്. എന്നാൽ അതിർത്തിയിലെ നിർണായക നിമിഷങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള ഉത്തരവാദിത്തം സൈനിക മേധാവിക്ക് വിട്ടുകൊടുത്തത് രാഷ്ട്രീയമായ ഒഴിഞ്ഞുമാറലാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. 1971 യുദ്ധത്തിലോ കാർഗിൽ യുദ്ധത്തിലോ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇവിടെ നരവാനയ്ക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ഹോട്ട് പൊട്ടാറ്റോ അല്ലെങ്കിൽ കൈവിട്ട ആയുധം പോലെ തീരുമാനങ്ങൾ തന്റെ തലയിലാകുന്ന സാഹചര്യമായിരുന്നു. ഗൽവാൻ താഴ്വരയിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തെക്കുറിച്ചും പുസ്തകത്തിൽ പുതിയ വിവരങ്ങൾ തന്നെയുണ്ട്. ചൈനീസ് സൈന്യം ഒരു മാസങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ ടെന്റുകൾ സ്ഥാപിച്ചിരുന്നതായും അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രാദേശിക കമാൻഡർമാർ ആദ്യം വലിയ ഗൗരവം നൽകിയിരുന്നില്ലെന്നും നരവാനെ പറയുന്നു. പിന്നീട് ഇന്ത്യൻ സൈന്യം ടെന്റുകൾ സ്ഥാപിക്കാൻ പോയപ്പോഴാണ് വലിയ സംഘർഷം തന്നെ ഉണ്ടായത്. ഇത് സർക്കാർ ഇതുവരെ പുറത്തുവിട്ട ഔദ്യോഗിക ഭാഷ്യത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ആരാണ് ആ സമയത്ത് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും എതിരെയുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. നരവാനയുടെ വെളിപ്പെടുത്തലുകളെ പരിഹസിക്കുന്ന കാർട്ടൂണുകളും വാർത്തകളും നീക്കം ചെയ്യാൻ സർക്കാർ IT മന്ത്രാലയം വഴി സമ്മർദ്ദം ചെലുത്തുന്നു. ദ വയർ പോലുള്ള മാധ്യമങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തതും വാർത്തകൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതും ജനാധിപത്യപരമായ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വലിയ ഭീഷണിയാണ്. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കുവാനുള്ള നീക്കമായാണ് ഇതിനെ കാണുന്നത്. മുൻ സൈനിക മേധാവികൾ ഇത്തരം ആത്മകഥകൾ എഴുതുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഇതിലൂടെ ഉയരുന്നുണ്ട്. എന്നാൽ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇത്തരം ചർച്ചകൾ അനിവാര്യമാണ്. മുൻകാലങ്ങളിൽ പല സൈനിക മേധാവികളും യുദ്ധാനന്തരവും വിരമിക്കലിന് ശേഷവും പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട്. കാർഗിൽ യുദ്ധത്തിന് ശേഷം അതിന്റെ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. സുപ്രധാനമായ വിവരങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുമായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഭാവിയിൽ തെറ്റുകൾ തിരുത്തുവാൻ സാധിക്കൂ. എന്നാൽ സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും എഴുതിയാൽ അത് ദേശീയ സുരക്ഷ എന്ന ലേബലിൽ തടയപ്പെടുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ചുരുക്കത്തിൽ ജനറൽ നരവാനയുടെ പുസ്തകം ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വത്തിലെയും സുതാര്യതയെയാണ് ചോദ്യം ചെയ്യുന്നത്. സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ അടിച്ചമർത്താനല്ല, മറിച്ച് ചർച്ച ചെയ്യാനാണ് ഒരു ജനാധിപത്യ സർക്കാർ ശ്രമിക്കേണ്ടത്. മാധ്യമ സ്വാതന്ത്ര്യവും സൈനികരുടെ ആത്മവീര്യവും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം. ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.